ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സങ്കീർത്തകൻ 111:1 ഇങ്ങനെയാണ് പറയുക: കർത്താവിന് നന്ദി പറയുവിൻ, കർത്താവിന് നിങ്ങൾ സ്തുതിക്കുവിൻ. അപ്പോൾ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾക്ക് ആരംഭിക്കാം. പ്രൈസ് ലോർഡ്. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 29-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്: കർത്താവിൻ്റെ പക്കലേക്ക് തിരിയുന്നവരോട് അവിടുന്ന് പ്രദർശിപ്പിക്കുന്ന ക്ഷമയും കാരുണ്യവും എത്രയോ വലുതാണ്. ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മൾ തിരിയുമ്പോൾ പാവത്തിൻ്റെ മേഖലയിൽ നിന്ന്, സ്വാർത്ഥ താല്പര്യത്തിൽ നിന്ന്, വ്യർത്ഥ സംഭാഷണത്തിൽ നിന്ന്, ജഡമോഹങ്ങളിൽ നിന്ന്, തിന്മയുടെ എല്ലാവിധ സ്വാധീനങ്ങളിൽ നിന്നും നമ്മൾ തിരിഞ്ഞ് ദൈവത്തിൻ്റെ പക്കലേക്കാകുമ്പോൾ അവിടുന്ന് പറയുകയാണ്, അവിടെ നമ്മളോട് കാണിക്കുന്ന, പ്രദർശിപ്പിക്കുന്ന സ്നേഹവും അല്ലെങ്കിൽ കാരുണ്യവും ക്ഷമയും എത്രയോ വലുതാണ്. ബാരൂക്ക് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 28-ഉം 29-ഉം തിരുവചനം പറയുന്നത്: ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് രക്ഷയും ആനന്ദവും നൽകും. ദൈവത്തിന് പക്കലേക്ക് തിരിച്ചു വരണം. 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വരിക. ദൈവത്തിന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് ദൈവത്തെ തേടുമ്പോൾ ദൈവത്തിന് രക്ഷയും ആനന്ദവും നമ്മൾ കൈവരിക്കും. പ്രിയ സഹോദരങ്ങളെ, ആദി മാതാപിതാക്കളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം ആദത്തെയും ഹവ്വയെയും പർദീസായിലാക്കി. ആദ്യം മനുഷ്യന് ജീവനില്ലായിരുന്നു. അവനെ മണ്ണുകൊണ്ട് മെനഞ്ഞു. അപ്പോഴും മനുഷ്യന് ജീവനുണ്ടായില്ല. ദൈവത്തിൻ്റെ ജീവശ്വാസം അവനിലേക്ക് നിശ്വസിച്ചപ്പോൾ അവനിൽ ആത്മാവുണ്ടായി, അവന് ജീവനുണ്ടായി. അവനെ ദൈവം പർദീസായിലാക്കി. അവന് ജീവിത പങ്കാളിയെ കൊടുത്തു. അങ്ങനെ ഒരു കുടുംബമായി അവർ പർദീസയിൽ ജീവിക്കുകയാണ്. ദൈവം അവരോട് പറഞ്ഞ കാര്യമുണ്ട്: നിങ്ങൾ നന്മ തിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്. ദൈവം കൊടുക്കുന്ന ഒരു കൽപ്പനയായിട്ട് നമുക്കതിനെ കാണാം. അങ്ങനെ പറഞ്ഞത് നിശ്ചിത കാലത്തേക്കാണ് ദൈവം മനസ്സിൽ ആഗ്രഹിച്ചത്. എഫ്രൈം പറയുന്ന അങ്ങനെയാണ്: ഒരു നിശ്ചിത കാലഘട്ടത്തേക്ക് ഇവരത് അനുസരിക്കുമോ ഇല്ലെന്ന് അറിയുന്നതിന് വേണ്ടി. അത് കഴിയുമ്പോൾ അവരെ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുവാൻ അവർക്ക് കൊടുക്കും. അവർ അമർത്യതയിലേക്ക് പ്രവേശിക്കും. മാലാഖമാരെ പോലെ അവർ ജീവിക്കും. എന്നാൽ അവർ നന്മതിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലം അവർ തിന്നു. എല്ലാ ദിവസവും ദൈവം അവരോട് സംസാരിക്കുവാൻ വേണ്ടി കടന്നു വരുമായിരുന്നു. വേലാറിയപ്പോൾ ദൈവം കടന്നു വരുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കാലടിയുടെ ശബ്ദം അവർ കേട്ടു. അവർ വേഗം ഓടി ഒളിച്ചു. ദൈവന്മാരെ വിളിക്കുന്നുണ്ട്: ആദം, നീ എവിടെ? അവൻ പറഞ്ഞു: നഗ്നനായതുകൊണ്ട് ഞാൻ മരങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുകയാണ്. ചോദിച്ചു: ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിലെ ഫലം നീ തിന്നുവോ? അവൻ പറഞ്ഞു: സ്ത്രീ എനിക്കത് തന്നു. സ്ത്രീയോട് ചോദിച്ചപ്പോൾ സ്ത്രീ പറഞ്ഞു: സർപ്പം എന്നെ വഞ്ചിച്ചു. ദൈവം മനുഷ്യന് ഒരു കൽപ്പന കൊടുക്കുമ്പോൾ അത് അനുസരിക്കുന്നുണ്ടോ എന്ന് അവിടുന്ന് അന്വേഷിക്കുന്നുണ്ട്. അവൻ തെറ്റ് ചെയ്തെങ്കിലും, അനുസരിക്കാതെ സർപ്പത്തിൻ്റെ വഞ്ചനയിൽ പെട്ടുപോയെങ്കിലും ദൈവം അവനും അനുദപിക്കുവാൻ അവസരം കൊടുക്കുന്നുണ്ട്. അവനോട് ചോദിച്ചിട്ട് ഉടനെ അവന് മേൽ ശിക്ഷ കൊടുക്കുകയല്ല ചെയ്തത്. ദൈവം കാലതാമസം വരുത്തുകയും സർപ്പത്തിനോടാണ് ചോദിക്കുന്നത്. സർപ്പത്തെയാണ് അവിടുന്ന് ശിക്ഷിക്കുന്നത്. അപ്പോഴും ആദത്തിനും ഹവ്വായ്ക്കും
മാനസാന്തരപ്പെടുവാൻ, ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ അവസരം ദൈവം കൊടുത്തു. അപ്പോഴും അവർ തിരിച്ചു വന്നില്ല. അതിനുശേഷമാണ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത്. അവർ നഗ്നരാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ദൈവം കൊടുത്തിരുന്ന മഹത്വത്തിൻ്റെ വസ്ത്രം നഷ്ടപ്പെടുത്തി. ഈ മഹത്വത്തിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അവൻ്റെ ഇല്ലായ്മയിലേക്കും അവൻ്റെ ദുഃഖങ്ങളിലേക്കും ക്ലേശങ്ങളിലേക്കും അവൻ്റെ മനസ്സ് തിരിയും. അതുവരെ അവർ ഒന്നിനെക്കുറിച്ചും ആകുലരായിരുന്നില്ല. അവർക്ക് വേണ്ടുന്നതെല്ലാം ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ് എന്നുകണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ ജീവിച്ചു പോന്നിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മൾക്കും അവസരം തരുന്നുണ്ട്, സമയം തരുന്നുണ്ട് അനുഭവിക്കുവാൻ, ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ. നമ്മൾ ഓടി ഒളിക്കുകയല്ല വേണ്ടത്. തെറ്റ് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരുവാനും 10 ഇരട്ടി തീക്ഷണതയോടെ അവിടുത്തെ കൂടെ ആയിരിക്കുവാനും അവിടുത്തെ വാക്കുകൾ ശ്രദ്ധാപൂർവ്വം ശ്രമിച്ച് അതനുസരിച്ച് നിത്യജീവന അർഹരായി തീരുവാൻ തക്കവിധം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ വിശുദ്ധിയുടെ വസ്ത്രം അല്ലെങ്കിൽ മഹത്വത്തിൻ്റെ വസ്ത്രം, അത് നമ്മൾക്ക് ഈശോ മിശിഹായുടെ മാമോദീസയിലൂടെ തിരിച്ചു ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ എഫ്രൈം, പൗരസ്ത്യ സഭയുടെ പിതാവെന്നറിയപ്പെടുന്ന, പൗരസ്ത്യ സഭയുടെ മൽപ്പാൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ എഫ്രൈം, പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്നറിയപ്പെടുന്ന വിശുദ്ധ എഫ്രൈം പറഞ്ഞു വെക്കുന്നത്, മാമോദീസയിലൂടെ പർദീസയിൽ നഷ്ടപ്പെട്ടു പോയ മഹത്വത്തിൻ്റെ വസ്ത്രം നിനക്ക് തിരിച്ചു കിട്ടി. നിനക്ക് ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കേണ്ട പഴം, അതാണ് വിശുദ്ധ കുർബാന. അത് നിനക്ക് ഈ ഭൂമിയിൽ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം ലഭിക്കുവാൻ ദൈവം കൃപ ചൊരിഞ്ഞിട്ടുണ്ട്. ആദ്യ മാതാപിതാക്കൾക്ക് ലഭിക്കാത്ത അനുഗ്രഹവും കൃപയുമാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത്. അത് നീ തിരിച്ചറിയണം. ദൈവമകനാണ്. ആ കൃപ നഷ്ടപ്പെടുത്താതെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിത്യസൗഭാഗ്യത്തിന് അർഹരായി തീരുവാൻ വേണ്ടി ദൈവമേ കൃപ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനായി പ്രവർത്തിക്കാം. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് 111-ാമത്തെ ദിവസം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുമേലും ദൈവത്തിൻ്റെ അനുഗ്രഹവും സമൃദ്ധമായി വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹൃദയ സംബന്ധമായ രോഗമുള്ളവരെ, പ്രത്യേകിച്ച് കിഡ്നിയിൽ കല്ലുള്ളവരെയും പാൻക്രിയാസിസിൽ കല്ലുള്ളവരെയും കർത്താവ് ഇപ്പോൾ തന്നെ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ തീർച്ചയായും ഇന്ന് ഫലവത്തായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഇപ്പോൾ തന്നെ പാൻക്രിയാസിസിൽ കല്ലുള്ള മക്കളെ നീ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്ന നിമിഷത്തെ ഓർത്ത് നന്ദി പറയും. കർത്താവ്, എല്ലാ മക്കളുടെ മേലും നീ കൃപ ചൊരിയണമേ. അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി അതിലേക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അവരിലേക്കെല്ലാം ആത്മാവിൻ്റെ ശക്തമായ പ്രവാഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ പ്രത്യേകമേ മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.